നമസ്കാരം. ലോകപ്രിയ അഭിനേതാവായ ശ്രീ സുരേഷ് ഗോപി അവറുകൾ ലൂർദ് മാതാവിനെ സ്വർണ്ണ കിരീടം അണിയിച്ച് ആദരിച്ചതിനെ സംബന്ധിച്ച് ഞാൻ ചെയ്ത വീഡിയോ പലർക്കും അരോചകമായി തോന്നി എന്ന് പ്രതികരണത്തിൽ കൂടെ മനസ്സിലായി. അങ്ങനെ തന്നെ തോന്നുവാനാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ തീർച്ചയായും തിരിച്ചറിയും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും എന്തുകൊണ്ട് ഞാൻ ആ വീഡിയോ അപ്രകാരം ചെയ്തു എന്നത് അല്പം വിശദീകരിക്കേണ്ട കടമ എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ കൂടെ എന്നോട് സഹകരിക്കുന്ന നിങ്ങൾ ഏവരോടും ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുകയാണ്. എനിക്ക് ആ വിഷയത്തെപ്പറ്റി പല വിധത്തിൽ പ്രതികരിക്കാൻ സാധ്യമാണ്. ഫിലോസോഫിക്കലായിട്ട് എനിക്ക് അതിനോട് പ്രതികരിക്കാൻ അറിയാം. തിയോളജിക്കലായിട്ട് എനിക്ക് പ്രതികരിക്കാൻ അറിയാം. പൊളിറ്റിക്കലായിട്ട് എനിക്ക് പ്രതികരിക്കാൻ സാധിക്കും. സാംസ്കാരികമായിട്ട് എനിക്ക് പ്രതികരിക്കാൻ സാധിക്കും. ഒരു ജേർണലിസ്റ്റ് ചെയ്യുന്നത് പോലെ മാധ്യമ കണ്ണിൽ കൂടെ അതിനെ കണ്ട് പ്രതികരിക്കാൻ എനിക്ക് സാധിക്കും. എന്നാൽ ഞാൻ ഇതൊന്നുമല്ല സ്വീകരിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. അത് മനഃപൂർവ്വമാണ് എന്നത് ഞാൻ ഒരിക്കലും ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും നമുക്ക് ഈ വിഷയമൊന്ന് പരിഗണിക്കാം. ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾക്കും പരിചയമുള്ള ആൻഡേഴ്സൺസ് ടെയിൽസ്, ഹാൻസ് ആൻഡേഴ്സൺ, അതിൽ രാജാവ് നഗ്നനാണ് എന്ന ഒരു കൊച്ചു കഥ, അത് വിശ്വവിഖ്യാതമാണ്. അത് പരിചയമില്ലാത്തവരാരും ഈ യൂട്യൂബ് ചാനലിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മുതിർന്ന ആളുകൾ രാജാവിൻ്റെ അധികാരം അതുപോലെ കണ്ണടച്ച് വിശ്വസിച്ച് ആ അധികാരത്തിൻ്റെ കുടക്കീഴിൽ സ്ഥിതി ചെയ്യുന്ന സങ്കല്പങ്ങളെ യുക്തി കൊണ്ട് പരിശോധിക്കാതെ രാജാവിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളുടെയോ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അതുപോലെ വിഴുങ്ങി അവരുടെ കണ്ണുകൊണ്ട് കാണാവുന്ന യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായും നിരാകരിച്ച് രാജാവിനെപ്പറ്റി ചമച്ചുണ്ടാക്കിയ സങ്കല്പങ്ങളെ മാത്രം കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു രാജ്യം മുഴുവനും നിൽക്കുമ്പോൾ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു ബാലൻ്റെ സ്വരം, ആ സ്വരത്തിൻ്റെ ശക്തി, ഇത് സാഹിത്യത്തിൻ്റെ സമീപനമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ ആജീവനാന്തം ആംഗലേയ സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ബൃഹത്തായ സാഹിത്യ പശ്ചാത്തലം പരിവർത്തിക്കുന്നുണ്ട് എന്നത് മറച്ചു പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ ദൈവികമായ പരിജ്ഞാനം, വേദശാസ്ത്രം അല്ലെങ്കിൽ തിയോളജിയിൽ നിന്ന് പ്രാപിക്കാവുന്നതിനേക്കാൾ ആഴമേറിയ അറിവുകൾ സാഹിത്യ ലോകത്തു നിന്ന് പ്രാപിക്കാമെന്നതാണ് അതിൻ്റെ വസ്തുത. പക്ഷേ അത് തിരിച്ചറിയുന്നവർ നന്നേ ചുരുക്കമാണ്. ഞാൻ ജീവിതത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ ഇന്ന് നിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് ആത്മീയത സാഹിത്യത്തിൻ്റെ കണ്ണിൽ കൂടെ എന്ന ആശയത്തിലൊരു പുസ്തകം, പ്രത്യേകിച്ച് ഡോസ്റ്റോയെവ്സ്കിയെയും കൗണ്ട് ലിയോ ടോൾസ്റ്റോയെയും ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോ, അങ്ങനെയുള്ള പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് വരുമ്പോൾ മിൽട്ടൺ ആയാലും T.S. എലിയട്ട് ആണെങ്കിലും, ഇറ്റാലിയൻ സാഹിത്യത്തിൽ ദാന്തെ അലിഗേറി, ഡിവൈൻ കോമഡി, ഇങ്ങനെയുള്ള കൃതികളെ ആസ്പദമാക്കി സാഹിത്യത്തിൽ കൂടെ ആത്മീയ സത്യങ്ങൾ ആഴമായി
അറിയുവാൻ നമുക്ക് എപ്രകാരം സാധിക്കും എന്നത് വിശദീകരിക്കുന്ന ഒരു പുസ്തകം എഴുതണമെന്ന് ഞാൻ ദീർഘകാലമായി ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നുവരെയും നടന്നിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഇതുവരെ 20 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയൊക്കെ ഞാൻ പരിഗണിക്കുമ്പോൾ എനിക്ക് വളരെ നിരാശയാണ്. കാരണം ക്രിസ്തീയ സമൂഹത്തിൽ വായിക്കുന്നവർ നന്നേ കുറവാണ്. അതുകൊണ്ട് പുസ്തകങ്ങൾ എഴുതി കൂട്ടിവെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ കൂടെ ഒന്നുമല്ല വീഡിയോ എങ്കിലും ആളുകൾ കാണുമല്ലോ, അങ്ങനെ ചില ആശയങ്ങളെങ്കിലും ജനങ്ങളുമായി പങ്കിടാമല്ലോ എന്ന ഒരു വലിയ മോഹത്തിലാണ് ഞാൻ ഈ സംരംഭം തുടങ്ങിയത് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഏതായാലും ഹാൻസ് ആൻഡേഴ്സിൻ്റെ ഈ കഥ നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതിലുപയോഗിച്ചിരിക്കുന്ന സ്ട്രാറ്റജി, തന്ത്രം എന്താണ്? വലിയ വലിയ ആളുകൾ, മുതിർന്ന ആളുകൾ, സമൂഹത്തിൽ തലയെടുപ്പുള്ള ആളുകൾ, മിടുക്കന്മാരെന്നും വിദ്വാൻമാരെന്നും ബുദ്ധിയുള്ളവരെന്നും എല്ലാവരും മാനിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ കൂടിച്ചേർന്നുണ്ടാക്കുന്ന അവാസ്തവികമായ സങ്കല്പങ്ങളുടെ ലോകത്തെ ഒരു കൊച്ചു ബാലൻ്റെ ഏതാനും വാക്കുകൊണ്ട് ഒരു ഊതിവീർപ്പിച്ച ബലൂണെ ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തി പൊട്ടിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ ഈ കഥ എഴുതിയ ഹാൻസ് ആൻഡേഴ്സൺ പൊട്ടിക്കുകയാണ്. ആ തന്ത്രമാണ്. അതിൻ്റെ ടെക്നിക്കൽ പദം സാർക്കാസം എന്നുള്ളതാണ്. സാർക്കാസം അതിൻ്റെ മലയാള വാക്ക് എന്താണ്, തത്തുല്യമായ മലയാള വാക്ക് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സാർക്കസം, SARCASM എന്ന വാക്ക് നിങ്ങൾക്ക് ഏവർക്കും പരിചിതമാകിയാൽ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ക്ലേശിക്കേണ്ട എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുമ്പോൾ, ഇപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ ലൂർദ് മാതാവിനെ ആദരിക്കാനായി തലയിലൊരു കിരീടം കൊണ്ട് വെച്ചു. സുരേഷ് ഗോപി തൊട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആദരവോടെ നിൽക്കുന്ന പുരോഹിത ശ്രേഷ്ഠൻ തൊട്ട് അവിടെ കൂടി നിൽക്കുന്ന എല്ലാ വ്യക്തികളുമടക്കം, ആ കൂട്ടത്തിൽ ഒരു വ്യക്തി പോലും ഇത് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ മാതാവിനോടുള്ള ഭയഭക്തി കൊണ്ട് ചെയ്ത ഒരു സൂത്രമാണ് എന്ന് കരുതുന്നവരല്ല. ഇത് രാഷ്ട്രീയമായൊരു ചൂണ്ടയിടിയിലാണ് എന്ന് വ്യക്തമായി അറിയുന്നവരാണ് അവിടെ നിന്നവർ മുഴുവനും. പക്ഷേ ആ യാഥാർത്ഥ്യം ഒന്ന് പരസ്യമായി സൂചിപ്പിക്കുവാൻ പോലും ധൈര്യമുള്ളവർ ആ കൂട്ടത്തിലില്ല. അത് സുരേഷ് ഗോപിയും ആ കൂട്ടത്തിൽപ്പെട്ടത്. അദ്ദേഹത്തിന് ധൈര്യമില്ല. എനിക്ക് രാഷ്ട്രീയമായ ഒരു സ്വാർത്ഥത ഈ കിരീടത്തിൻ്റെ ഉള്ളിൽ ഞാൻ മറച്ചു വച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി സമ്മതിക്കാനുള്ള ധൈര്യം സുരേഷ് ഗോപിക്കില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കില്ല, അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കില്ല, അദ്ദേഹത്തെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന പുരോഹിതനില്ല, പുരോഹിതൻ്റെ കൂടെയുള്ള വൃന്ദങ്ങൾക്കില്ല. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഹാൻസ് ആൻഡേഴ്സിൻ്റെ കഥയിൽ അവർ സൃഷ്ടിച്ച ഈ അയാഥാർത്ഥ്യത്തിൻ്റെ ഒരു കാൽപ്പനിക ലോകം പോലെ മാതാവിനോടതാണ് വലിയ പ്രേമം പെട്ടെന്ന് സുരേഷ് ഗോപിക്ക് ഉദിക്കുന്നു. അദ്ദേഹം ഇതാവുന്നു മാതാവിൻ്റെ തലയിൽ ഒരു സ്വർണ്ണ കിരീടം കൊണ്ട് വെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു നാട്യത്തെ മനുഷ്യർ സ്വയം വഞ്ചിക്കുന്നതിന്, പരസ്പരം വഞ്ചിക്കുന്നതിന്, എല്ലാവരുടെയും കണ്ണിൽ മണ്ണുവാരിയിടുന്നതിന് വേണ്ടി മെടഞ്ഞെടുക്കുന്ന ഈ അസത്യത്തിൻ്റെ നാടകങ്ങളെ ഒന്ന് പൊളിച്ചു കാട്ടുവാൻ എന്നെപ്പോലെയുള്ള വ്യക്തിക്ക് ഏറ്റവും ഉതകുന്ന ആയുധമാണ്, സാഹിത്യം നൽകുന്ന ഒരായുധമാണ് ഈ സാർക്കാസം എന്നുള്ളത്. ഞാൻ അതാണ് പ്രയോഗിച്ചത്. അപ്പോൾ അത് പ്രയോഗിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അതിന് മറുപടിയായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെയുള്ള സാങ്കല്പികമായ അയാഥാർത്ഥ്യങ്ങളുടെ കൊടുങ്കോട്ടകൾ കെട്ടിപ്പടുക്കുമ്പോൾ അതുകൊണ്ട് ജനം വശീകരിക്കപ്പെടുകയും സത്യത്തെ പുകമറയ്ക്കുള്ളിൽ നിർത്തുകയും ചെയ്യുന്നതാണോ നല്ലത്? അല്ല, ഈ ചെയ്യുന്ന പ്രവൃത്തിയെ
അതിൻ്റെ തനി സ്വഭാവത്തെ മറച്ചു നിർത്താനായി ഉപയോഗിക്കുന്ന പുകമറ ഒന്ന് തുടച്ച് മാറ്റുകയാണോ? ഏതാണ് നല്ല പ്രവൃത്തി? നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഇനിയും ഇതിന് ആധാരമായി സുവിശേഷത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. നമുക്കറിയാം, യേശു സൗമ്യനായിരുന്നു. യേശുവിനെ കണ്ട സ്നാപകയോഹന്നാൻ എന്താണ് പറഞ്ഞത്? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ സൗമ്യനാണ്, അവൻ കുഞ്ഞാടാണ്. ആ യേശു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വിളിച്ചു പറഞ്ഞ യേശു, സ്വന്തം ശിഷ്യന്മാരുടെ കാല് കഴുകിയ ആ ശിശു, തന്നെ ഭൂമിയോളം താഴ്ത്തിയ ആ യേശു, എന്തുകൊണ്ടാണ് പുരോഹിതരെ കണ്ടപ്പോൾ അവർ വെള്ള തേച്ച ശവക്കലറാണെന്നും അവർക്ക് അപടഭക്തിയുടെ കൂടാരമാണെന്നും വിളിച്ചു പറയുവാൻ കാര്യമെന്താണ്? അതും ഇതേ മർമ്മമാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് അയാഥാർത്ഥ്യങ്ങളുടെ അൺറിയാലിറ്റി, ഡിസെപ്ഷൻ, ഡീവിയസ്നെസ്, അയാഥാർത്ഥ്യങ്ങളുടെ ഒരു വലിയ സംവിധാനം സൃഷ്ടിച്ചിട്ട് അതിനകത്ത് നിന്ന് ശോഭിക്കുകയും അതിൽ ജനങ്ങളെ കുടുക്കിയിട്ടിട്ട് അവരുടെ ബലഹീനതകളും പരാധീനതകളും ആദായമാർഗത്തിൻ്റെ ഹേതുവായി ഉപയോഗിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നൊരു സംവിധാനം. അത് ചില സങ്കല്പങ്ങൾ, അടിസ്ഥാനരഹിതമായ സങ്കല്പങ്ങളിൽ മാത്രം അടിസ്ഥാനം ഉറച്ച് നിൽക്കുന്നതാണ്. ആ സങ്കല്പങ്ങൾ സത്യത്തോട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അത് മനുഷ്യൻ ചില സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ട് മെടഞ്ഞെടുക്കുന്നതാണ്. അങ്ങനെയുള്ള അയാഥാർത്ഥ്യത്തിൻ്റെ ഈ വലിയ സൗധത്തെ യേശുവാകുന്ന സത്യം ഒരു വാക്ക് ഉണ്ട്, മുട്ടുസൂചി ഊതി വീർപ്പിച്ച ബലൂണിൽ തൊടുന്നത് പോലെ ഒന്ന് തൊട്ടപ്പോൾ അത് പൊട്ടിപ്പോയി. അങ്ങനെ പൊട്ടേണ്ടത് ആവശ്യമായിരുന്നു. തന്മൂലം ജനങ്ങളുടെ കണ്ണ് തുറക്കുക എന്നത് പരിശുദ്ധമായ ഒരു ദൗത്യമായിരുന്നു എന്നതിന് നിങ്ങൾക്കോ എനിക്കോ അല്പം ശങ്കയോ സംശയമുണ്ടാകേണ്ട യാതൊരു ന്യായവുമില്ല. നിങ്ങൾ വ്യക്തമായി, ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ ചെയ്ത വീഡിയോകളോട് വളരെ രൂക്ഷമായും സംസ്കാരശൂന്യമായും പ്രതികരിച്ചവർ വിരലിലെണ്ണാനുള്ള ആളുകളേ ഉള്ളൂ. ഭൂരിപക്ഷം ആളുകളും അത് സ്വീകരിക്കുകയും അതിൻ്റെ സതുദ്ദേശത്തെ മനസ്സിലാക്കുകയും അതിൽ പ്രവർത്തിക്കുന്ന സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു എന്നാണ് ആശ്വാസം പൂണ്ടിട്ട് ഞാൻ മനസ്സിലാക്കുക. എന്നാൽ ചിലരെങ്കിലും, കുറഞ്ഞ പക്ഷേ ഒരു 8-10 പേർ, ഇത് എട്ടും പൊട്ടും തിരിയാതെ ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ എന്തുകൊണ്ട് ഇപ്രകാരം ഒരു സമീപനം അവലംബിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ, എനിക്ക് അവരോട് സഹതാപമാണുള്ളത്. ഞാൻ പരാതിയായിട്ടല്ല ഇത് പറയുന്നത്. ഇങ്ങനെയുള്ള അവസരത്തിൽ കൂടെ ചില യാഥാർത്ഥ്യങ്ങൾ കുറച്ചുകൂടെ സ്പഷ്ടമായി നമുക്ക് തിരിച്ചറിയുവാൻ അവസരം ലഭിക്കുമെന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇതൊക്കെ നമുക്ക് ചിന്തിക്കുവാൻ വഴിയൊരുക്കുന്നു, വേദി ഒരുക്കുന്നു, അവസരങ്ങൾ നൽകുന്നു എന്നതാണ് ഇതിൻ്റെ വിലയേറിയ ഭാഗം. അത് മാത്രം പ്രയോജനപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ആരോടും പരാതി പറയുകയോ, ഇപ്പോൾ 10 പേരെന്നെ ചീത്ത വിളിച്ചാൽ നിങ്ങൾക്കറിയാം എനിക്ക് യാതൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഞാൻ ആരുടെയും പ്രീതി അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയല്ല. ആരുടെയും ഔദാര്യം, ഒരു വ്യക്തിയുടെയും ഔദാര്യം ജീവിതത്തിൽ ഇന്ന് വരെ പ്രാപിക്കാത്തതും പ്രാപിക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ലാത്ത വ്യക്തിയാണ് ഞാനെന്ന് ദൈവം അറിയുന്നു. അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ആരെങ്കിലും 10 ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ ക്രൂരമായി സംസാരിച്ചു, അല്ലെങ്കിൽ ഭീഷണി മുഴക്കി, അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസമോ ഒരു ഡിസപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ ഒരു ശോകമോ സങ്കടമോ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുകയില്ല എന്നാണ് എൻ്റെ പ്രത്യാശ. അതുകൊണ്ട് ഇത് നമുക്ക് ചില കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി അറിയാനുള്ള അവസരം ഉണ്ടാക്കുന്നു. അത് പാഴായി പോകരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ട് മാത്രം ഇത് പരാമർശിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മർമ്മം, ഒരു പാറ്റേൺ നാം മനസ്സിലാക്കുക. എന്താണത്? എല്ലാവരും കൂടെ ചേർന്ന് ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ
അവരുടേതായ ഒരു വ്യവസ്ഥിതിയും ഒരു ലോകവും ഉണ്ടാക്കുന്നു. ഇപ്പം നമ്മുടെ സഭ, ഓരോ സഭയും അങ്ങനെയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മാതാവിനെ വെച്ച് പ്രാർത്ഥിച്ചാൽ അതിൽ ആ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ വീര്യമുണ്ട് എന്നതിന് എന്തെങ്കിലും ഒരു കോമ, ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു പൊട്ട് തെളിവ് സുവിശേഷത്തിലുണ്ടോ? പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അത് ഒരു സങ്കല്പമാണ്. ആ സങ്കല്പം ഒരു കൂട്ടം ആളുകൾ മുഴുവനും കണ്ണടച്ച് വിശ്വസിക്കുമ്പോൾ ഈ രാജാവ് ഉടുത്തിരിക്കുന്ന തുണി, നഗ്നനായി നിൽക്കുന്ന രാജാവ് ഇട്ടിരിക്കുന്ന തുണി അദൃശ്യമാണ്, നല്ല തുണിയാണ് എന്ന് ഒരു കൂട്ടം ആളുകൾ ആത്മാർത്ഥമായി വളരെ എരിവോടെ വിശ്വസിക്കുന്നു. അവരോട് പറയുകയാണില്ല, രാജാവ് അങ്ങനെ ഉടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരു ചവിട്ടത്തിൽ അടി വെച്ച് തരും. പിന്നെ നമ്മൾ മറ്റേ ചുവട് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ മാതാവിനെ കൊണ്ട് ഇനിയും ഇത് മാതാവാണോ? ഇതെന്തോ മാതാവാണ്. മനുഷ്യൻ അവൻ്റെ കൈ കൊണ്ട് ധാതു പദാർത്ഥങ്ങൾ കൊണ്ട് വാർത്തെടുത്തൊരു മാതാവ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിൽ യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത് എന്ന് 10 കൽപ്പനയിൽ പറയുന്നത്? അതിനൊരു മർമ്മമുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിമ ദൈവത്തിൻ്റെ പ്രതിമയാണ് എന്ന് നിങ്ങൾ പറയുന്നു. അത് ദൈവം ആണെന്ന്, അല്ലെങ്കിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ പറയുന്നു. പക്ഷേ സത്യം എന്താണ്? നിങ്ങളുണ്ടാക്കുന്ന പ്രതിമയാണ്. അതിൽ കൂടെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ആ ഒരു സങ്കല്പം എന്താണ്? ഒരു ഇല്യൂഷൻ എന്താണ്? ദൈവത്തെ സൃഷ്ടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ദൈവം എൻ്റെ കരകൗശല വിദ്യയാണ്. ഇതാണ് വാസ്തവത്തിൽ ഇതിൽ അന്തർലീനമായിരിക്കുന്ന തത്വം ഇതാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ജോസഫ് അച്ഛന് കൃപാസനത്തിലൊരു മാതാവിനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ജോസഫ് അച്ഛൻ്റെ മാത്രം മാതാവാണ്. ആ മാതാവിന് ജോസഫ് അച്ഛൻ്റെ ആ ഒരു അധികാര പരിധിക്ക് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നോക്കാനോ കാണാനോ ഒന്ന് മാറി നിൽക്കാനോ ഉള്ള അവകാശമില്ല. കാരണം അത് ജോസഫ് അച്ഛൻ സൃഷ്ടിച്ച മാതാവാണ്, ജോസഫ് അച്ഛൻ്റെ മാതാവാണ്. അപ്പോൾ ആ മാതാവിൻ്റെ പേരിലുള്ള പൂർണ്ണ നിയന്ത്രണവും നമുക്ക് പ്രിയങ്കരനായ ജോസഫ് അച്ഛന് മാത്രമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ക്രൂശ്, യേശുവിൻ്റെ ക്രൂശ് നമ്മളിങ്ങനെ ഉണ്ടാക്കി നടക്കുന്നു. ഈ ക്രൂശും നമ്മളുമായിട്ട് എന്താണ് ബന്ധം? നമ്മളുണ്ടാക്കുന്ന ക്രൂശും യേശുവിൻ്റെ ക്രൂശുമായിട്ട് എന്താണ് ബന്ധം? നമ്മൾ ആരെങ്കിലും യേശുവിൻ്റെ ക്രൂശിനെ സ്വീകരിക്കാൻ മനസ്സുള്ളവരാണോ? ആ ക്രൂശ് എനിക്ക് വരരുതേ എന്ന് പറഞ്ഞിട്ടാണ്, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ക്രൂശ് ഉണ്ടാക്കി കഴുത്തിക്കൊണ്ട് കെട്ടിവെക്കുന്നത്, തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നത്. മെത്രാന്മാർ ഈ പഴന്തുണി കെട്ടി ഇങ്ങനെ കറക്കിക്കൊണ്ട് നടക്കുന്നത് എനിക്ക് ആ ക്രൂശ് വരരുതേ എന്ന് മാത്രം വിചാരിച്ചാണ്. ഈ മന്ത്രവാദിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ തകിട് പൂജിച്ച് തരാം, അവിടെ കൊണ്ട് കുഴിച്ചിട്ടാൽ ഈ മന്ത്രവാദം പോയി കൂടോത്രം മാറിക്കിട്ടും എന്ന് പറയുന്ന അതേ മർമ്മത്തിലും അതേ സൈക്കോളജിയിലുമാണ് ഇതൊക്കെ ചെയ്തു വെക്കുന്നത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ അത് കേൾക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എനിക്കറിയാമെങ്കിലും സത്യമായതുകൊണ്ട് പറയാതിരിക്കാനും നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള കാൽപ്പനികമായ ലോകത്തെ സൃഷ്ടിക്കുകയും അതിനുള്ളിൽ വിശ്വാസികളെന്ന് പറയുന്ന ആളുകളെ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ ഉൾപ്പെടുത്തി അടച്ചിടുകയും കണ്ണു തുറന്ന് ആൻഡേഴ്സൻ്റെ ചെറിയ കഥയിലെ ആ ബാലനെ പോലെ കണ്ണു തുറന്ന് സത്യം തിരിച്ചറിയാൻ അല്പം പോലും അവകാശമില്ലാത്തവരായി, സ്വാതന്ത്ര്യമില്ലാത്തവരായി അവർ ആജീവനാന്തം കിടക്കുകയും നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയെ നാം എപ്രകാരം കൈകാര്യം ചെയ്യണം? നിങ്ങൾ ഒന്ന് പറഞ്ഞു തരൂ. ഇനിയും ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ എന്തുകൊണ്ടാണ് യേശു പറയുന്നത്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു ഒന്നും ആവർത്തിച്ച് പറയുന്ന വ്യക്തിയല്ല, നിങ്ങൾക്കറിയാം. 3 തവണ മാത്രമേ വാക്കുകൾ യേശു ആവർത്തിച്ചിട്ടുള്ളൂ. അതിലൊന്ന് ഇതാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കാണുകയില്ല.
ഈ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനാണ് ഞാൻ ആദ്യമേ അത് ലാക്കാക്കിയിട്ടാണ് ഞാൻ ഹാൻസ് ആൻഡേഴ്സിൻ്റെ ആ കഥയെ സൂചിപ്പിച്ചത്. നിങ്ങൾ ശിശുക്കളെപ്പോലെ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരിക എന്ന് പറഞ്ഞ അർത്ഥം, നിങ്ങളിപ്പോൾ നിൽക്കുന്നത്, നിങ്ങൾ നിക്കോദീമോസിനെ ഉള്ളിൽ വെച്ച് ചിന്തിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം വച്ചിട്ടാണെന്ന് മനസ്സിലാകും. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പിറന്നു വീണ നിമിഷം തൊട്ട് ഈ കാൽപ്പനിക മതലോകത്തിൽ മാത്രം പരിശീലിപ്പിക്കപ്പെട്ട് അതിൻ്റെ ചില സങ്കല്പങ്ങൾ മാത്രം ഉൾക്കൊണ്ട് അത് മാത്രമാണ് ആത്യന്തികമായ സത്യമെന്നും അതിനപ്പുറത്ത് യാതൊരു സത്യമോ സാധ്യതയോ ഇല്ല എന്ന് പരിപൂർണമായി കണ്ണടച്ച് വിശ്വസിക്കാനുള്ള ചുമതല ഏറ്റെടുത്ത് നിൽക്കുകയാണ്. നിക്കോദീമോസ് ആ ഭാരവും പേറി ആ നുഖത്തിൻ്റെ കീഴിൽ നട്ടൽ വളഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അവനെ കണ്ട് പറഞ്ഞത്, നീ വീണ്ടും ജനിക്കണം. നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ശിശുക്കളെപ്പോലെ ആയി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? നാളിതുവരെ നിങ്ങൾ പ്രാപിച്ച ഈ ഒരു പരിശീലനം, ഇംഗ്ലീഷിലൊരു വളരെ കറക്റ്റായിട്ടൊരു വേർഡുണ്ട്, കണ്ടീഷനിങ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടീഷൻഡ് ആണെങ്കിൽ എന്ത് കണ്ടാലും ഞാൻ ഇപ്രകാരം മാത്രമേ ഞാൻ പ്രതികരിക്കുകയുള്ളൂ എന്ന് മുന്നമേ വിളിച്ചു പറയാൻ സാധിക്കും. യുവർ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് ബിക്കം പെർഫെക്റ്റ്ലി പ്രെഡിക്റ്റബിൾ. അങ്ങനെയാണ് കണ്ടീഷൻഡ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു പട്ടിയുടെ വാലിൽ ചവിട്ടിയാൽ അത് നമ്മെ കടിക്കും, അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന പാമ്പിനെ കയറി ചവിട്ടിയാൽ അത് നമ്മെ കടിക്കും. ഇറ്റ് ഈസ് കണ്ടീഷൻ ടു റിയാക്ട് ഇൻ ദിസ് മാനർ. പട്ടിക്ക് ധാർമ്മികമായ സ്വാതന്ത്ര്യമില്ല, മോറൽ ഫ്രീഡമില്ല. കാരണം എന്താണ്? ഇറ്റ് ഈസ് കണ്ടീഷൻഡ് ബൈ ഇറ്റ്സ് ഇൻസ്റ്റിങ്ക്റ്റ് ടു ബൈറ്റ് വെൻ പ്രൊവോക്ഡ്. അപ്പം നാം അങ്ങനെയാണ്, ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു കണ്ടീഷൻഡാണ്. അതിനാണ് പരിശീലനം എന്ന് പറയും. ഈ പരിശീലനത്തിൽ കൂടെ നമ്മൾ ലഭിച്ചത് മുഴുവനും യേശുവിൻ്റെ ആത്മീയ ദർശനത്തോടോ യേശുവിൻ നമ്മെ പഠിപ്പിച്ചതുമായിട്ട് വലിയ ബന്ധവുമില്ലാത്ത, മനുഷ്യൻ പിന്നെ കാലാകാലങ്ങളിൽ സൗകര്യം പോലെ ഉണ്ടാക്കിയ ചില സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങൾക്കപ്പുറത്തൊരു സത്യമില്ല, അത് മാത്രമാണ് സത്യം എന്ന് കേട്ട് ചെവി മാത്രമല്ല, ഹൃദയവും മാത്രമല്ല, ആത്മാവ് വരെ കല്ല് പോലെ ആയിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരു വിടുതലുണ്ടാകണം. അത് എളുപ്പമുള്ള കാര്യമല്ല. അതെത്രമാത്രം അപകടകരവും ക്ലേശകരവുമാണ് അപ്രകാരം ഒരു ദൗത്യം നയിക്കുക എന്നതാണ് യേശുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. കുരിശ് നമ്മോട് സംസാരിക്കുന്ന വിഷയം അതാണ്. അതെളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് ഏകദേശം ബോധമുള്ളവരാണ് നാം. അപ്പം അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, ഈ സുരേഷ് ഗോപി എന്ന മാന്യദേഹം നടത്തിയ ഈ രാഷ്ട്രീയ മാമാങ്കം അത് നമുക്ക് സുപരിചിതമായ ഒരു ലൗകിക മർമ്മമാണ്. അത് സഭയുടെ ജീവിതത്തിലും നന്നേ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ കൂടെ നാം കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും സഭാ നേതാക്കന്മാരും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് നിങ്ങൾക്കറിയാം. മാതാവിൻ്റെ തലയിൽ ഈ കുന്തം വന്ന് വീണത് ഒരു ഒത്തുകളിയിൽ കൂടെയാണ്. ആ സംഭവത്തിൻ്റെ പങ്കാളിത്തം വഹിച്ചവിടെ നിന്ന പുരോഹിതന് അല്പമെങ്കിലും സുവിശേഷത്തിൻ്റെ ബോധമുണ്ടായിരുന്നുവെങ്കിൽ, ലവലേശമെങ്കിലും യേശുവിൻ്റെ ദർശനം എന്തായിരുന്നു എന്ന അറിവുണ്ടായിരുന്നുവെങ്കിൽ, അല്പമെങ്കിലും ആത്മാവിൻ്റെ പ്രേരണയുണ്ടായിരുന്നുവെങ്കിൽ ഈ അപമാനം വിശുദ്ധ മാതാവിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുമായിരുന്നില്ല. എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതും തെറ്റാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം അവിടെ ഇരിക്കുന്ന വിശുദ്ധ മാതാവല്ല, അത് ചില ആളുകൾ കൊല്ലനോ ആശാരിയോ പണിത ഒരു രൂപമാണ്. മനുഷ്യൻ ഈ ലോകത്തിലുള്ള ധാതു പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അവൻ്റെ വിഭാവന അനുസരിച്ച് ഇത് പണിത് വെക്കുന്നു. ഇപ്പം കന്യമറിയാവിൻ്റെ മുഖം ഇങ്ങനെയാണെന്ന് ഏത് ആധാരത്തിലാണ് നിങ്ങൾ പറയുന്നത്? കന്യമറിയാം ഇങ്ങനെയാണ്, മൂക്കിങ്ങനെയാണ്, കണ്ണിങ്ങനെയാണ് ഇരുന്നത്, കന്യമറിയാം മോനെ കൊണ്ട് ഇങ്ങനെയാണ്, എന്തൊക്കെ ഏത് ആധാരത്തിലാണ് ഇപ്പോൾ? മനുഷ്യൻ്റെ സങ്കല്പം കാട് കയറി പോവുകയാണ്. യേശുവിൻ്റെ മുഖം ഇങ്ങനെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും?
നിങ്ങൾ യേശുവിനെ ചിത്രീകരിക്കുന്ന പടങ്ങൾ 100 200 കണ്ടു നോക്കും. അത് മുഴുവൻ യൂറോപ്യൻസിൻ്റെ മുഖമാണ്. യേശു യൂറോപ്യനായിരുന്നു. യേശുവിനെന്താ നിങ്ങളുടെ മുഖം ഉണ്ടാകാത്തത്? അല്ലെങ്കിൽ ഒരു പലസ്തീനികളുടെ മുഖം എന്താണ് ഉണ്ടാകാത്തത്? സാക്ഷാൽ യഹൂദൻ്റെ മുഖം എന്താണ് ഉണ്ടാകാത്തത്? യഹൂദൻ്റെ മുഖം ദൂരെ നിന്ന് നമുക്ക് തിരിച്ചറിയാം. മനസ്സിലാക്കണം. അങ്ങനെ യാതൊരു ഫീച്ചറും, ഒരു ഏഷ്യൻ ഫീച്ചേഴ്സ് ഒന്നും യേശുവിന് അനുവദിച്ചിട്ടില്ല. കണ്ടാൽ ഒന്നാന്തരം ഒരു സായിപ്പ്, സുന്ദരനായ ഒരു സായിപ്പ്. ഇതാണെന്ന് ആരാണ് നിശ്ചയിച്ചത്? ഇതെല്ലാം വെറും കാൽപ്പനികതയല്ലേ? ഇത് യേശുവിൻ്റെ മേൽ മനുഷ്യൻ അടിച്ചേൽപ്പിക്കുന്ന ചില സങ്കല്പങ്ങളല്ലേ? അതും യാഥാർത്ഥ്യമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ സുരേഷ് ഗോപി അപമാനിച്ചത് കന്യാമറിയാമിനെ അല്ല, ആ ലൂർദ് പള്ളിയിൽ ആരണ്ടുണ്ടാക്കി വെച്ച ഏതോ ഒരു കോലത്തിനെയാണ് എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും അച്ഛൻ ഏതായാലും 5 എന്താണ് പറയുന്നത് 40 ഗ്രാം സ്വർണ്ണമുള്ള പൂശിയിരിക്കുന്ന ഒരു കിരീടം കിട്ടിയല്ലോ. അത്രയെങ്കിലും ആട്ട്. ഈ രാഷ്ട്രീയക്കാരൻ്റെ ദൗർബല്യ നിമിഷത്തിൽ മാത്രമേ അവൻ്റെ കീശയിൽ നിന്ന് 2 കാശ് മോശയ്ക്ക് കിട്ടത്തുള്ളൂ എന്നതുകൊണ്ട് ഇപ്പോഴെങ്കിലും കിട്ടട്ടെ, മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന ഒരു മിടുക്കുകൊണ്ടാണ് അദ്ദേഹം അതിൽ പങ്കെടുത്തത്. ഇതിനകത്തൊന്നും ഒരു ചുക്കുമില്ല എന്ന് ഉള്ളിൽ പറഞ്ഞ് ഉറിച്ചിരിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ആ കത്തനാർ ആ സംഭവത്തിൽ പങ്കെടുത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു പ്രശ്നം, അതിനോട് പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. എന്താണ്? ഇത് അന്ധവിശ്വാസത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഒരു കടന്നാക്രമണമാണ്. മാതാവെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു കോലത്തിൻ്റെ തലയിൽ ഏതാണ്ട് കൊണ്ട് വെച്ചാൽ ഏതാണ്ട് വലിയ ദൈവത്തോട് ഭക്തി കാണിച്ചു എന്നുള്ള ഈ പൊട്ടത്തരം, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോത്തിനോട് പറഞ്ഞാൽ പോത്ത് നിങ്ങളെ വന്ന് കുത്തും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോരാഞ്ഞിട്ട് അതിനപ്പുറത്തുള്ള അസത്യം. എന്താണ് അസത്യം? മാതാവിനോടുള്ള ഭയഭക്തി കൊണ്ടാണ് ജനപ്രിയ നായകനായ സുരേഷ് ഗോപി വന്ന് മാതാവിൻ്റെ തലയിൽ ഈ സ്വർണം പൂശിയ കിരീടം കൊണ്ട് വെച്ചത് എന്നുള്ള പച്ചക്കള്ളം. അറിഞ്ഞുകൊണ്ട് കള്ളം പറയുക നമ്മൾ പറയത്തില്ലേ, അത്രയൊരു അപരാധമാണ് ഇത് കാണിച്ചത് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. എനിക്ക് സുരേഷ് ഗോപിയോട് വിരോധമില്ല, എനിക്ക് അവിടെ നിന്ന് അച്ഛനെ അറിഞ്ഞും കൂടാ, വിരോധമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് അനുദിനം ജനങ്ങളുടെ മണ്ടയടഞ്ഞു പോവുകയും അവർ വെറും പിണ്ണാക്കായി പോവുകയും ചെയ്യുന്ന പരിതാപകരമായ അസഹ്യമായ ഈ ഒരു അധഃപതനത്തിൻ്റെ എന്താണ് പറയുന്നത് താഴ്വരയിൽ, കൂരിരുൾ താഴ്വരയിൽ നിന്നുകൊണ്ട് മാറത്തടിച്ച് വിലപിപ്പാനേ എനിക്ക് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കരയുന്നതിനേക്കാൾ നല്ലതാണ് സാഹിത്യത്തിൻ്റെ മൂർച്ചയുള്ള ആയുധമായ സർക്കാസം ഉപയോഗിക്കാം. അതുകൊണ്ട് അത് ഞാൻ പ്രയോഗിച്ചു. പക്ഷേ ആ തന്ത്രം മനസ്സിലാകാത്ത ആളുകൾ, എടുത്തു ചാടാനായിട്ട് താറും കെട്ടി നിൽക്കുന്ന ആളുകളൊന്ന് എടുത്തു ചാടി. അങ്ങനെ എടുത്തു ചാടി അവരുടെ അജ്ഞതയെ അനാവശ്യമായി പ്രദർശിപ്പിച്ചു. അതവർക്ക് ശോഭിച്ചില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഏതായാലും നിങ്ങളിതിനെപ്പറ്റി കൂടുതലായി അനേക കാര്യങ്ങൾ സംബന്ധമായിട്ട് പറയാനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അതെല്ലാം കൂടെ ചേർത്താൽ സമയം കൈവിട്ടു പോകും. അതുകൊണ്ട് തൽക്കാലം ഞാനത് ഉപസംഹരിക്കുകയാണ്. നിങ്ങൾ ദയവായി ചിന്തിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതിൻ്റെ ആത്മാവിലും അർത്ഥത്തിലും മനസ്സിലാക്കുകയും ഇതിനെപ്പറ്റി ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയമായ കടമയാണ്. ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കടമയാണ്. അതിനെതിരെ കണ്ണടയ്ക്കുന്നവൻ യേശുവിനെ നിരാകരിക്കുന്നവനാണ് എന്നും കൂടെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.